താനൂരിൽ അക്രമത്തിനിരയായ പ്രദേശങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സന്ദർശനം നടത്തി. കുടുംബങ്ങൾക്കുള്ള വസ്ത്രക്കിറ്റുകളുടെ വിതരണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. തീരദേശത്ത് സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കുന്നതിന് സമസ്ത മുൻകൈയെടുക്കുമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സംഘർഷബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ച് കുടുംബങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ഭക്ഷണക്കിറ്റുകളും വിതരണം ചെയ്തു. നിരപരാധികളാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ജനാധിപത്യം വിശ്വാസം പോലെ കൊണ്ടുനടക്കുന്ന ഈ രാജ്യത്ത് ഇത്തരം ക്രൂരമായ സംഘർഷങ്ങളുണ്ടാക്കിയ അക്രമികൾ മാപ്പർഹിക്കുന്നില്ലെന്ന് തങ്ങൾ പറഞ്ഞു. സന്ദർശിച്ചപ്പോൾ വളരെയധികം ദയനീയമായ അവസ്ഥയാണ് ഇവിടെ കാണപ്പെടുന്നത്. നിരപരാധികളും ഒരു നിലക്കും യാതൊരു നിലക്കുള്ള അക്രമത്തിന് മുതിരാത്തവരുമായ വളരെ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ച് വീട് കുത്തി തുറന്ന് വീട് പെട്രോൾ ബോംബും മറ്റുമിട്ട് നശിപ്പിച്ച ഈ രംഗം ഇതുവരെ നിലക്കും ന്യായീകരിക്കപ്പെടാൻ പറ്റാത്തതും വളരെയധികം അക്രമവുമാണ്. നമ്മുടെ കേരളം പോലുള്ള ഇതുപോലുള്ള ജനാധിപത്യ സ്വഭാവമുള്ള ഈ രാജ്യത്ത് ഇങ്ങനത്തെ ഏറ്റവും വിഷമകരമായ ഏറ്റവും വളരെയധികം ഭയാനകമായ ഈ അന്തരീക്ഷം സൃഷ്ടിച്ചവർ ആരായാലും അവരൊന്നും ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല. ഭരണകർത്താക്കളുടെയും മറ്റ് വേണ്ടപ്പെട്ടവരുടെയും ഭാഗത്തു നിന്ന് വേണ്ടതുപോലുള്ള നീതി ഇതുപോലുള്ളതായ സന്ദർഭങ്ങളിൽ ലഭിക്കപ്പെടേണ്ടതാണ്. കരഞ്ഞ് സങ്കടങ്ങൾ പങ്കുവച്ച വീട്ടമ്മമാരോട് പ്രാർത്ഥനയാണ് പരിഹാരമെന്നും ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നും തങ്ങൾ ഓർമ്മിപ്പിച്ചു. സംഭവങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്താൻ പോലീസ് അടക്കമുള്ള അധികാരികൾ തയ്യാറാകണം. പോലീസിനെതിരെ വന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രദേശത്തെ 600ഓളം കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ വസ്ത്ര കിറ്റിന്റെ വിതരണോദ്ഘാടനവും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. KKS തങ്ങൾ വെട്ടിച്ചിറ, അബ്ദുസമദ് പൂക്കോട്ടൂർ, പുത്തനടി മൊയ്തീൻകുട്ടി ഫൈസി, ഹാജി കെ മുഹമ്മദ് ഫൈസി, നാസർ ഫൈസി കൂടത്തായി, നൂഹ് കരിങ്കപ്പാറ, സലാഹുദ്ദീൻ ഫൈസി ബെന്നിയൂർ തുടങ്ങി പ്രമുഖരും തങ്ങളെ അനുഗമിച്ചിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്യുമെന്നതാണ്. ഇവിടെ പോലീസ് തന്നെ അതിശക്തമായ സംരക്ഷണം കൊടുക്കുന്നതിന് പകരം ആക്രമണോത്സുകമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് ആളുകളിൽ നിന്ന് ബോധ്യമാകുന്നത്. അതുകൊണ്ട് ഇവിടെ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ പ്രദേശത്ത് സുരക്ഷിതത്വം ഉണ്ടാകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് പോലീസ് നേതൃത്വം കൊടുക്കുകയും വീട്ടിൽ നിന്ന് ആണുങ്ങളൊക്കെ ഒഴിവായി പോവുകയും സ്ത്രീകളൊക്കെ ഭയചകിതരായി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കുകയും മതിയായ നഷ്ടപരിഹാരം നൽകുകയും ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ചുകൂട്ടി സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ന്യൂസ് ബ്യൂറോ, താനൂർ.